അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മുടെ ബീച്ചിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിൽ അതാ പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ബീച്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ഇഷ്ടപ്പെട്ട പ്ലേസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അതാ സൈഡിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ കല്ലുമ്മക്കായ, അതുപോലെ കോളിഫ്ലവർ, കാടമുട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ സൈഡിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കുന്ന കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ സ്ലൈഡിൻ്റെ അവിടെ നാനുമോളുടെ ക്ലാസ്മേറ്റിനെ കണ്ടിട്ടുണ്ടായി. ഇത് നാനുവിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് സംസാരിച്ചു. പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ബീച്ച് ആയ സ്ഥലത്ത് അടുക്കാൻ പോലും പറ്റാത്തത് കൊണ്ടായിരിക്കും എല്ലാവരും പിന്നെ ഇങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നി. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ നല്ല റെസ്റ്റ് ഇല്ലാത്ത കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ടയേർഡായിട്ടുണ്ടായി. അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ. അപ്പം എല്ലാവരും ഓരോരോ ഐറ്റംസായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നൂൽ പൊറോട്ടയും അതുപോലെ നല്ല വെള്ളയപ്പൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അതിലേക്ക് നല്ല ചിക്കൻ ചുക്ക ഇവിടുത്തെ അടിപൊളിയാണ്, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കഴിച്ച് കഴിഞ്ഞവരൊക്കെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അതാ കുട്ടികളെല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുകയായിരുന്നു. പിന്നെ തൊട്ട് മുമ്പിൽ തന്നെ നല്ല മെയിൻ റോഡായതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അവരടക്കി നിർത്താൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് പബ്ലിക് പ്ലേസ് ആണെന്നൊന്നും നോക്കാതെ തന്നെ ഞങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് അവിടെ നിന്ന് കളിച്ചു കേട്ടോ. പിന്നെ പ്രഭി അതാ എല്ലാവർക്കും ഒരു ബുക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് കടയിൽ എന്തൊക്കെയോ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അതാ അവിടെ നിന്ന് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പം ഇവർക്ക് കുറച്ച് പോകാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും 2 ദിവസം നല്ല രീതിയിൽ തന്നെ തകർത്ത് തിമിർത്ത് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.